നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. 75ാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് ഇത്തവണത്തെ വിശിഷ്ടാതിഥി. ഇന്ത്യയുടെ സൈനിക സ്ത്രീശക്തി പ്രകടിപ്പിക്കുന്നതായിരിക്കും കർത്തവ്യപഥിൽ രാവിലെ 10:30 മുതൽ 12 മണി വരെ നടക്കുന്ന പരേഡ്. പരേഡിൽ ഇത്തവണ അണിനിരക്കുന്നത് 80% സ്ത്രീകളാണ്. മിസൈലുകൾ, ഡ്രോണുകൾ, നിരീക്ഷണ ഉപകരണങ്ങൾ, സൈനിക വാഹനങ്ങൾ തുടങ്ങിയവ പരേഡിൽ അണിനിരക്കും. 95 ഫ്രഞ്ച് സേനാംഗങ്ങളും മാർച്ച് ചെയ്യും. 33 പേരുള്ള ബാൻഡ് സംഘവും ഫ്രാൻസിൽ നിന്നെത്തിയിട്ടുണ്ട്. ഫ്രഞ്ച് എയർഫോഴ്സിന്റെ 2 റാഫേൽ യുദ്ധവിമാനങ്ങളും ടാങ്കറും പരേഡിനിടെ പറക്കും. പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ മാർച്ച് പാസ്സാകും ഇത്തവണത്തെയും ആകർഷണം. വിവിധ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും അണിനിരക്കും. കേരളമടക്കം പല സംസ്ഥാനങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങൾക്ക് ഇത്തവണയും സർക്കാർ അനുമതി നൽകിയിട്ടില്ല. രാവിലെ 10:30-നാണ് പരേഡ് തുടങ്ങുന്നത്. വികസിത ഇന്ത്യ, ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവ് എന്നിവയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന മുദ്രാവാക്യം. വിജയ് ചൗക്ക് മുതൽ കർത്തവ്യ പഥ് വരെയാകും പരേഡ്. വ്യോമസേനയുടെ എയർ ഷോയും ഉണ്ടാകും. മൂടൽമഞ്ഞ് കാരണം പരിപാടികൾ അകലെ നിന്ന് കാണാനാകില്ല എന്ന് കാലാവസ്ഥാ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച ജയ്പൂരിൽ വിമാനമിറങ്ങിയ ഇമാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തിരുന്നു.